ചെയ്യാനാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് ഡു ഇറ്റ്, ഡസ് ഷീ ഡു ഇറ്റ് അല്ലേ. ഐ ഡോണ്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാനത് ചെയ്യില്ല. അപ്പോൾ അതിൽ വേറെ ആക്ഷൻ, മെയിൻ വേർബ്സ് ആക്ഷൻസും ഇല്ല. അത് ഒറ്റ ലൈൻ, ഐ ഡോണ്ട് ഡു ഇറ്റ്. അപ്പോൾ ഡു എന്ന് പറഞ്ഞത് എന്തായാലും മെയിൻ വേർബ് ആയിട്ട് വരുമ്പോൾ നമ്മളതിനെ ആക്ഷൻസ് കാണിക്കാൻ, പെർഫോം ചെയ്യാനോ ആണ് നമ്മൾ എന്ത് ഡു യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഷോൾ. ഷോളിൻ്റെ മോഡൽ ഓക്സിലറി വേർബ്സസ് ആണ് ഏതൊക്കെ? ഷോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വിത്ത് ദ ഫസ്റ്റ് പേഴ്സൺ ടു എക്സ്പ്രസ് സിമ്പിൾ ഫ്യൂച്ചറിറ്റി. അതായത് നമ്മുടെ ഐ ഷോൾ വിസിറ്റ് മൈ ഹോം ടൗൺ ടുമോറോ, ഐ ഷോൾ ലീവ് ഫോർ കൊച്ചി ടുമോറോ മോർണിംഗ് ഇറ്റ് സെൽഫ്. അതായത് സിമ്പിൾ ഫ്യൂച്ചർ, അതായത് നെക്സ്റ്റ് ഡേയിൽ നടക്കാനുള്ള കാര്യങ്ങൾ, അതൊരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. നാളേക്ക് ഏകദേശം നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം, നമ്മൾ ഫ്യൂച്ചാരിറ്റീനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചാരിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഷോൾ ആണ്. അതായത് ഐ ഷോൾ വിസിറ്റ് മൈ ഹോം ടൗൺ ടുമോറോ, നാളെ നടക്കാൻ പോകുന്ന കാര്യം സിമ്പിൾ ഫ്യൂച്ചറാണ്. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഷോൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ വില്ലും ഇതൊന്നുമല്ല യൂസ് ചെയ്യുക, ഷോൾ ആണ്. അപ്പം ഐ ഷോൾ വിസിറ്റ് മൈ ഹോം ടൗൺ ടുമോറോ, നാളെ ഞാൻ എൻ്റെ ഹോം ടൗൺ വിസിറ്റ് ഷോൾ ആണ് യൂസ് ചെയ്യുക. അതേപോലെ നാളെ ഞാൻ കൊച്ചിയിൽ പോകുന്നുള്ളതിന് എന്താ പറയുക? ഐ ഷോൾ ലീവ് ഫോർ കൊച്ചി ടുമോറോ. വിത്ത് ദ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ ടു എക്സ്പ്രസ് കമാൻഡ്. അത് കമാൻഡായിട്ട് ഒരു നമുക്ക് എന്ത് ചെയ്യാം? ഷോൾ യൂസ് ചെയ്യാം. അതേപോലെ സിമ്പിൾ ഫ്യൂച്ചറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് എന്താണ്? തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സണിനെ കമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഷോൾ യൂസ് ചെയ്യുന്നത്. യു ഷോൾ നോട്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക്. ഇവരോട് പറയാം, നിങ്ങൾ ഇനി ഈ മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ യു ഷോൾ നോട്ട് അല്ലെങ്കിൽ ഷുഡ് നോട്ട്, ഷോൾ നോട്ട് റിപ്പീറ്റ് ദിസ്, മേക്ക് യു ഷോൾ ലീവ് ദിസ് പ്ലേസ് അറ്റ് വൺസ്. ദെൻ പ്രോമിസ് ആൻഡ് ത്രെറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതായത് യു ഷോൾ ഗെറ്റ് എ പ്രൈസ് ഇഫ് യു വിൻ ദിസ് കോമ്പറ്റീഷൻ. നമുക്കൊരു ത്രട്ടണിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോമിസ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? ഷോളിനെ യൂസ് ചെയ്യാം. ഹി ഷോൾ ബി പണിഷ്ഡ് ഫോർ ഹിസ് കെയർലെസ്നെസ്. അയാളെ പണിഷ് ചെയ്യും എന്തെങ്കിലും കെയർലെസ്നെസ് ഉണ്ടെങ്കിൽ. അതേപോലെ ഡിറ്റർമിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഷോൾ യൂസ് ചെയ്യാം. ഹി ഷോൾ ഓവർകം ദിസ് ക്രൈസസ്, എന്തെങ്കിലും ഡിറ്റർമിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഷോൾ യൂസ് ചെയ്യുന്നു. ദെൻ യൂസേജ് ഓഫ് ഷുഡ് എങ്ങനെ യൂസ് ചെയ്യുക? ടു എക്സ്പ്രസ് ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. നമ്മളെ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒബ്ലിഗേഷനോ കാണിക്കാൻ വേണ്ടി, ഒബ്ലിഗേഷൻ കാണിക്കാൻ നമ്മൾ നേരത്തെ ഒരു വാക്ക് പഠിച്ചല്ലോ, എന്തായിരുന്നു? ഒബ്ലിഗേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു ഷുഡിൽ എന്തിനാണ്? അതുപോലെ തന്നെ ഡ്യൂട്ടി കാണിക്കാൻ, നമ്മൾ ഒബ്ലിഗേഷൻ കാണിക്കാനോ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് യൂസ് ചെയ്യണം? ഷുഡ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് ഹാവ് നമ്മൾ പറഞ്ഞു, ഒബ്ലിഗേഷൻ കാണിക്കുന്ന നേരത്തെ ഐ ഹാവ് ടു ഡു മൈ ഹോംവർക്ക്. അതേപോലെയാണ് ഷുഡ് ഒബ്ലിഗേഷൻ ആൻഡ് ഡ്യൂട്ടിയാണ്. യു ഷുഡ് ഒബേ യുവർ ടീച്ചർ. നമ്മുടെ ടീച്ചർ ഒബേ ചെയ്യണം എന്നുള്ളത് എന്താ? ഷുഡാണ് യൂസ് ചെയ്യുക, ഒബ്ലിഗേഷൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഡ്യൂട്ടി കാണിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ്? ടു എക്സ്പ്രസ് പോസിബിലിറ്റി ഓഫ് സപ്പോസിഷൻസ് ഇൻ കണ്ടീഷണൽ ക്ലോസസ്. എന്തെങ്കിലും പോസിബിലിറ്റി കാണിക്കാനാണെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഷുഡാണ്. ഇഫ് ഷീ ഷുഡ് കം ടെൽ ഹർ ടു മീറ്റ് മീ. ദെൻ എക്സ്പ്രസ് അൺറിയൽ കണ്ടീഷൻസ്. റിയൽ കണ്ടീഷൻസ് അല്ലാത്ത കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഷുഡാണ്. ഇഫ് ഐ വേർ യു ഐ ഷുഡ് ആക്സെപ്റ്റ് ദെയർ ഡിസിഷൻസ്. ഇഫ് ഐ were you I shouldn't reject the job offer. ഇതൊക്കെ എക്സാമ്പിൾ ഇതിൽ തന്നിട്ടുണ്ട്. ദെൻ എന്താണ്? യൂസ്ഡ് ആഫ്റ്റർ ലെസ്റ്റ്. വി ലിസൺ ടു ഹിം ലെസ്റ്റ് ഷുഡ് ബി ആംഗ്രി. അപ്പോൾ നമ്മൾ ഇതിനൊക്കെയാണ് എന്ത് യൂസ് ചെയ്യാതെ? ഷുഡ്. ദെൻ ക്യാൻ എന്തിനെ യൂസ് ചെയ്യുക? ടു എക്സ്പ്രസ് എബിലിറ്റി അല്ലേ, നമ്മൾ എന്തെങ്കിലും എബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാൻ യൂസ് ചെയ്യുന്നത്. ഷീ ക്യാൻ ലിഫ്റ്റ് ഹിസ് ഹെവി ബോക്സ്, ഷീ ക്യാൻ ഡാൻസ്. എന്തെങ്കിലും കഴിവ് കാണിക്കുക, എബിലിറ്റി കാണിക്കാൻ നമ്മൾ ക്യാൻ. അതേപോലെ പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ക്യാൻ ആണ്. യു ക്യാൻ സിറ്റ് ഹിയർ, യു ക്യാൻ കം ഹിയർ, യു ക്യാൻ വാച്ച് ദ TV എന്നൊക്കെ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യാൻ ആണ്. ദെൻ നെക്സ്റ്റ് കുഡ് എന്തിനെ യൂസ് ചെയ്യുന്നത്? ടു എക്സ്പ്രസ് പോസിബിലിറ്റി ഓർ അൺസർട്ടനിറ്റി. എന്തെങ്കിലും അൺസർട്ടനിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോസിബിലിറ്റിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? കുഡ് യൂസ് ചെയ്യുക. ടു എക്സ്പ്രസ് യു കുഡ് അച്ചീവ് സക്സസ് ഇഫ് യു വർക്ക് ഹാർഡ് അല്ലേ. വി കുഡ് കംപ്ലീറ്റ് ഇഫ് ഇറ്റ് വിൽ ബി ട്രൈഡ് ടുഗെദർ. നമുക്ക് അൺസർട്ടനിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് പോസിബിലിറ്റിയോ കാണിക്കണമെങ്കിൽ കുഡ് യൂസ് ചെയ്യുന്നു. ദെൻ ടു ആസ്ക് പൊളൈറ്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ പൊളൈറ്റായിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുക? കുഡാണ്. കുഡ് ഐ
get a piece of water, paper, could I have a cup of tea എന്നൊക്കെ എന്താ പൊളൈറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നെങ്കിൽ നമ്മൾ കുഡാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വുഡ്. ഇത് നമ്മളിങ്ങനെ വായിച്ചു പോവാണ്, നിങ്ങൾ തന്നെ നന്നായിട്ട് റീഡ് ചെയ്യുക. ഇതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല അല്ലേ, ഇതിൻ്റെ പോയി യൂസേജസ് ആണ്. ഇത് എന്തിനു യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. വുഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വുഡ് യൂസ് ചെയ്യുന്നത് ടു എക്സ്പ്രസ് വില്ലിങ്നെസ് ഓർ ഡിറ്റർമിനേഷൻ, എന്തെങ്കിലും വില്ലിങ്നെസ് അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ കാണിക്കാനാണ് വുഡ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താ? ഹി സെഡ് ഹി വുഡ് വിസിറ്റ് എ ഡോക്ടർ അറ്റ് ദ ഏർലിയസ്റ്റ് അല്ലേ, ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ കാണിക്കുന്നത്? വുഡാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ടു എക്സ്പ്രസ് വിഷ്, ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ കാണിക്കാൻ വേണ്ടി എന്താ അറിയിക്കാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുക? വുഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാൻ എന്താ വുഡ് യു പ്ലീസ് ഗീവ് മി എ പെൻ, വുഡ് യു പ്ലീസ് ഗീവ് മി എ വാട്ടർ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നു. ദെൻ മേ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മേ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് പെർമിഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ പോസിബിലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, വിഷ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പർപ്പസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നത്. മേ ഐ ഹെൽപ്പ് യു അല്ലേ, അതൊരു പെർമിഷൻ ചോദിക്കുകയാണ്. അതുപോലെ ഹി മേ കംസ് ദിസ് ഇയർ, ഈ വർഷം അയാൾ വരും, അതൊരു പോസിബിലിറ്റിയാണ്, അയാൾ ഈ വർഷം വരും എന്നുള്ളത്. അപ്പം ഹി മേ കം ദിസ് ഇയർ. തന്നെ വിഷ് കാണിക്കാൻ മേ ഓൾ യുവർ ഡ്രീംസ് കംസ് ട്രൂ അല്ലേ, അതൊക്കെ കാണിക്കാൻ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? മേ യൂസ് ചെയ്യുന്നു. മൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു എക്സ്പ്രസ് എ ഡൗട്ട്ഫുൾ പോസിബിലിറ്റി, നമുക്ക് ഷുവറിറ്റി ഇല്ല, നമുക്കൊരു ഡൗട്ടാണ് ആ കാര്യം നടക്കുമോ എന്നുള്ളത്, അതിന് നമ്മൾ എന്താ പറയുക? മൈറ്റാണ് യൂസ് ചെയ്യുക. ഹി മൈറ്റ് വിൻ ദിസ് എലക്ഷൻ അല്ലേ, നമ്മൾ ജയിക്കോ സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല, പോസിബിലിറ്റി, അപ്പം നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുന്നു. ഹി മൈറ്റ് ഹെൽപ്പ് യു എന്നൊക്കെ. ദെൻ ought to എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ought to ഈസ് ടു യൂസ്ഡ് ടു എക്സ്പ്രസ് എ മോറൽ ഒബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടി അല്ലേ, ഒരു മോറൽ ഒബ്ലിഗേഷനോ ഡ്യൂട്ടിയോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ought to ആണ്. ഹി ought to ഹെൽപ്പ് ദ പുവർ ആൻഡ് ദ ഓൾഡ്, ഹി ought to ഹെൽപ്പ് ഹിസ് ബ്രദർ. ഇതെന്താണ്? ടു എക്സ്പ്രസ് നെസസിറ്റി, നമ്മൾ നെസസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? ought to ആണ് യൂസ് ചെയ്യുന്നത്. ഹി ought to ബൈ സം ടെൻസിൽസ്, ought to buy chairs, ഇതിനൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്? ought to എന്ന് പറഞ്ഞ വേർബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഡെയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡെയർ ഒക്കെ വളരെ റെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഡെയർ എന്തിനാണ്? ടു മീൻസ് ടു ഡിഫൈ, അതായത് ഒരു ഡെയർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹി ഡെയർ ടു കോൾ ദ ലീഡർ ഓഫ് കവേർഡ്, ഹി ഡെയർ യു ടു സോൾവ് ദിസ് പസൽ, അതായത് ഡെയർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡിഫൈ ആണ്, അതായത് ഒരു എന്താ പറയുക ബ്ലോക്കിൽ കാണിക്കുന്ന സാധനമാണ്. ആസ് ആൻ ഓക്സിലറി വെർബ് ഡെയർ ഈസ് യൂസ്ഡ് വിത്ത് നോട്ട് ഓർ ഇൻ എൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ. ഹി ഡെയർ നോട്ട് ആർഗ്യൂ വിത്ത് ഹിസ് ഫാദർ, ഹി ഡെയർ ഷീ ബ്ലെയിം ഹസ് എന്നൊക്കെ പറയും. ദെൻ മസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുക? ടു എക്സ്പ്രസ് എ സ്ട്രോങ് ഒബ്ലിഗേഷൻ ഓർ ഡ്യൂസ് അല്ലേ, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്താ അതിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒബ്ലിഗേഷനോ ഡ്യൂട്ടി ഉണ്ടാവും, അത് കാണിക്കാൻ എന്താ യൂസ് ചെയ്യുന്നത്? മസ്റ്റാണ്. യു മസ്റ്റ് ഹെൽപ്പ് ദ ഏജ്ഡ്, യു മസ്റ്റ് അല്ലെങ്കിൽ ഹി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഹിസ് ഫാമിലി എന്നൊക്കെ പറയും. അതേപോലെ മസ്റ്റ് എന്തിനാണ്? നെസസിറ്റി കാണിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നെസസിറ്റി എന്ന് പറഞ്ഞാൽ ഹി മസ്റ്റ് ഫൈൻഡ് എ ജോബ് അറ്റ് ദ ഏർലിയസ്റ്റ്. ഇതിനെന്താണ്? സ്ട്രോങ് ഡിറ്റർമിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? മസ്റ്റാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയുന്നത് ഓക്സിലറി വേർബ്സിൻ്റെ യൂസേജസ് ആണ്. ഓക്സിലറി വേർബ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത്. മേ, മൈറ്റ്, ഷോൾ, ഷുഡ്, ക്യാൻ, ഗുഡ്, ഹാവ്, ഹാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ യൂസേജസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചിട്ട് പോയത്. ഓക്കെ. പിന്നെ എന്താണ്? റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് ആണ്. റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലർ വേർബ്സ് ഹാവ് ഡിഫറെൻറ്റ് പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ്. അതായത് റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ P1, P2, P3 എന്നൊക്കെ പറയില്ലേ, അതായത് പ്രസൻറ്റ്, ഫ്യൂച്ചർ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അതായത് സിങ്, സാങ്, സിങ്, V1, V2, V3 ഫോം എന്ന് പറയും പഠിച്ചില്ലേ. അപ്പോൾ അതാണ് ഈ റെഗുലർ ആൻഡ് ഇറഗുലർ. സിങ്ങിൻ്റെ V2 ഫോം എന്താണ്? പാസ്റ്റ് ഫോം എന്താണ്? സിങ്, സാങ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? സിങ്, സാങ്, സങ്. ഓക്കെ. സിങ്, സാങ്, സങ്. അതേപോലെ റൈസിൻ്റെ പാസ്റ്റ് എന്താണ്? റോസ്. റൈസ്, റോസ് എന്താണ്? റൈസൺ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? റൈസൺ. ഓക്കെ. അതാണ് റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സിൽ നമുക്കിതിൽ തന്നിട്ടുള്ളത് പഠിക്കാനായിട്ട്.
പിന്നെ എന്താണ് ലിങ്കിങ് വേർബ്സ്. ലിങ്കിങ് വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ദീസ് വേർബ്സ് ആർ കോമൺലി യൂസ്ഡ് ടു ലിങ്ക് ദ സബ്ജക്റ്റ് വിത്ത് ദ കോംപ്ലിമെൻറ്റ്. ദേ ആർ കോൾഡ് ലിങ്കിങ് വേർബ്സ്. അതായത് ഒരു സബ്ജക്റ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർബ്സ് ആണെന്ത്? ലിങ്കിങ് വേർബ്സ് എന്ന് പറഞ്ഞാൽ. അതൊക്കെയാണ് ബി, ലുക്ക്, ഫീൽ, സീൻ, അപ്പിയർ, ടേൺ, ഗ്രോ, റിമൈൻ, ബിക്കം എന്നൊക്കെ പറയുന്നതാണെന്ത്? ലിങ്കിങ് വേർഡ്. അതായത് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ആ സബ്ജക്റ്റിനെ കോംപ്ലിമെൻറ്റ്. ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പം ലുക്ക് എന്ന് പറഞ്ഞ വേർഡ് എന്തായിരിക്കും? ലിങ്കിങ് വേർഡാണ്. അതായത് അവളുടെ ഭംഗി കാണുമ്പോഴുള്ള ഭംഗിയെ കാണിക്കാൻ വേണ്ടി അപ്പം ലുക്ക്. അപ്പം അത് അങ്ങനെ യൂസ് ചെയ്യുന്ന വാക്കാണ് എന്ത് പറയുന്നത്? ലിങ്കിങ് വേർബ്സ് എന്ന് പറയുന്നത്. അതായത് ഷീ ടേൺഡ് ഹാപ്പി അല്ലേ? അവളിപ്പം ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നു. ഷീ ടേൺഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പം ലിങ്കിങ് വേർഡാണ്. അപ്പം ആ ഹാപ്പീനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ത് അങ്ങനത്തെ ഒരു